നമ്മള് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള ഇത് ചാപ്റ്റർ കഴിഞ്ഞിട്ട് ഈ അടുത്ത ചാപ്റ്ററിലേക്ക് തുടങ്ങിയില്ലായിരുന്നു. ഒന്നല്ല, തുടങ്ങിയായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നുള്ള ചാപ്റ്ററിലേക്ക് ചാപ്റ്റർ തുടങ്ങിയില്ല സാറേ, അടുത്ത പ്രാവശ്യം തുടങ്ങാൻ. എന്തോ ഓക്കെ, നമ്മളപ്പോ ഇത് തന്നെ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് പല ഒന്നാമത്തെ പടിയെ കുറിച്ച് അതിന്റെ നമ്മൾ 50ഓളം പേജ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് രണ്ടാമത്തെ പടിയിലേക്ക് വരുന്നതാണ് നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നുള്ള ചാപ്റ്റർ. അത് നിരീശ്വരവാദികളായ ഞങ്ങൾ നല്ല അജ്ഞേയവാദികളായ ഞങ്ങൾ എന്നാണ് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം. തെറ്റായിട്ടുള്ള ട്രാൻസ്ലേഷനാണ് മലയാളത്തിൽ. അത് ഇതുവരെ നമുക്ക് തിരുത്താൻ സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഈ ഒന്നാമത്തെ പടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദ്യത്തിന് മുമ്പിലുള്ള നമ്മുടെ ശക്തിഹീനതയും നമ്മളുടെ അൺമാനേജബിലിറ്റി, അനിയന്ത്രിതാവസ്ഥയെ കുറിച്ചാണ് വിശദീകരിച്ചു വരുന്നത്. ഒരു ഡോക്ടറിൽ നിന്ന് തുടങ്ങി, ഡോക്ടറുടെ ഒരു അഭിപ്രായത്തിൽ നിന്ന് തുടങ്ങിയിട്ട് ബിൽ വിൽസൺ എന്ന നമ്മുടെ ഫൗണ്ടിങ് ഫാദർ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതാനുഭവത്തിൽ കൂടി പോയിട്ട് പിന്നീട് ഒരു പരിഹാരമുണ്ട്. അതിനുശേഷം മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ. ഇതാണ്ട് 50ഓളം പേജുണ്ട്. അതാണ് ഒന്നാമത്തെ പടിയിൽ. അതിന്റെ അവസാനം അത് പറഞ്ഞു നിർത്തുന്നത് ഒന്നാമത്തെ പടി നമ്മുടെ പ്രോബ്ലവും സൊല്യൂഷനും. അതെനിക്ക് ഓർമ്മയുണ്ട്. അതുവരെയാണ് നമ്മൾ പോയത്. അപ്പൊ അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്ന, നിങ്ങൾ ബുക്ക് എല്ലാവരും ഉള്ളവരെ എടുത്ത് വെക്കുക. ഇനി ഇപ്പൊ കയ്യിലില്ലാത്തവർ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് വായിച്ചിട്ട് ഫോളോ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടും, എനിക്കും പ്രയോജനം കിട്ടും. പക്ഷെ ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാരഗ്രാഫൊക്കെ മാറിപ്പോയാൽ നിങ്ങൾക്ക് എന്നെ പറഞ്ഞ് തിരുത്താനും സാധിക്കും. അതുകൊണ്ട് അപ്പൊ അതിന്റെ അവസാന ഭാഗത്ത് 42ാമത്തെ പേജില് മദ്യാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ അവസാനിക്കുന്നിടത്ത് എഴുതിയിരിക്കുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, അണ്ടർലൈൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉപകാരപ്പെടും. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നുകൂടി, ആദ്യത്തെ കുടിയുടെ കാര്യത്തിൽ അമിത മദ്യപാന രോഗിക്ക് ചില സമയങ്ങളിൽ ചെറുത്തു നിൽപ്പിന് യാതൊരു മാനസികമായ ഉപാധിയുമില്ല. ഒരു മദ്യപിക്കാനുള്ള ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ചെറുത്ത് നിൽക്കാനായിട്ട് യാതൊരു വഴിയുമില്ല. വളരെ വിരളമായ ചില ബോധങ്ങൾ ഒഴിക്കുക അയാൾക്ക് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉപാധികൾ നൽകുവാൻ സാധ്യവുമല്ല. അയാൾക്ക് ചെറുത്ത് നിൽക്കാനുള്ള ശക്തി ദൈവത്തിൽ നിന്നും തന്നെ വരണം. എനിക്കും നിങ്ങൾക്കും ഈ ഒരു ആദ്യത്തെ കുടിയിലേക്കുള്ള ആ ആഗ്രഹത്തിൽ നിന്ന്, ആർത്തിയിൽ നിന്ന്, അല്ലെങ്കിൽ അതിനോടുള്ള അഭിനിവേശത്തിൽ നിന്ന്, ആസക്തിയിൽ നിന്ന് വരാനുള്ള ശക്തി ദൈവത്തിൽ നിന്നും തന്നെ വരണമെന്ന് പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ പടി അവസാനിക്കുന്നത് ബിഗ് ബുക്കില്. ബിഗ് ബുക്കില് വളരെ കൃത്യമായിട്ട് തുടക്കത്തിലെ തന്നെ പറയുന്നുണ്ട് ദൈവം എന്നുള്ള ഒരു സങ്കല്പം. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷ് വാക്കുകളും ഇംഗ്ലീഷ് ബിഗ് ബുക്കും ഉള്ളവർ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല വാക്കുകളാണ് മലയാളത്തില് അല്ല ഇംഗ്ലീഷിലുള്ളത്. ദ ആൽക്കഹോളിക് അറ്റ് സർട്ടൻ ടൈംസ് ഹാസ് നോ എഫക്റ്റീവ് മെന്റൽ ഡിഫൻസ് against the first drink, except in a few rare cases. Neither he nor any other human being can provide such a defense. His defense must come from a higher power. ഇവിടെ ഹയർ പവർ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ഉന്നതനായിട്ടുള്ള ശക്തി എന്ന് പറയും, പക്ഷെ മലയാളത്തിൽ അത് ദൈവം തന്നെയാണ്. രണ്ടും ശരി തന്നെയാണ്. അതിനകത്ത് വലിയൊരു വ്യത്യാസമൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതുകൊണ്ട് ഇതിനകത്ത് നമ്മുടെ ഈ പാരഗ്രാഫിൽ നമ്മുടെ പ്രോബ്ലവും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സൊല്യൂഷനും പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം നമുക്ക് മദ്യത്തിന് മുമ്പിലുള്ള ശക്തിഹീനത, അതാണ് അറ്റ് സർട്ടൻ ടൈംസ് നോ എഫക്റ്റീവ് മെന്റൽ ഡിഫൻസ് അഗേൻസ്റ്റ് ദ ഫസ്റ്റ് ഡ്രിങ്ക്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യം 57ാമത്തെ പേജില് നല്ലൊരു ഇത് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ 57ലാണെങ്കിൽ യെസ്, even so has God restored us all our right minds. To this man the revelation of was sudden. Some of us grow into more slowly, but he has come to all who have honestly sought to him. അപ്പൊ ഇത് നമ്മുടെ ഫിറ്റ്സ്മായെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു അനുഭവത്തെ കുറിച്ചുള്ള ഒരു ഇതാണ്. ഇത് എന്താണ് ആ ഒന്നാമത്തെ പടിയിൽ പറയുന്ന ഒന്നാമത്തെ പടിയിൽ അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്ക് ഇതാണ്. But he has to come to all who have honestly.
സത്യസന്ധമായിട്ട് ദൈവത്തിലേക്ക് അല്ലെങ്കിൽ സമർപ്പിക്കുന്നു. പരാജയം സമ്മതിക്കുന്നവർക്ക് നമുക്ക് അതാണ് ഇതിന്റെ തുടക്കം. ഓണസ്റ്റി. അത് ആ ഭാഗത്ത് ഫിറ്റ്സ്മായെ കുറിച്ച് അയാളുടെ അനുഭവത്തെ കുറിച്ച് അദ്ദേഹമാണ് ദൈവമില്ലെന്ന് പറയാൻ നീ ആരാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള അനുഭവം നമ്മൾ അതിലേക്ക് വരും. അന്നേരം ഒന്നുകൂടെ നമുക്ക് അതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് വെക്കാം. അപ്പൊ ഇവിടെ ആ മസ്റ്റ് ഹിസ് ഡിഫൻസ് മസ്റ്റ് കം ഫ്രം എ ഹയർ പവർ. അതാണ് ആ ചാപ്റ്റർ മദ്യപാനാസക്തിയെ പറ്റി കൂടുതൽ കാര്യങ്ങൾ എന്നുള്ള ചാപ്റ്റർ അവസാനിക്കുന്നത്. അപ്പോ ഇനി അടുത്ത ചാപ്റ്ററാണ് വി അഗ്നോസ്റ്റിക്സ്. യെസ്, വി അഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് വേർഡാണത്. അഗ്നോസ്റ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു അതാണ് അഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് നോളജ്. വി വിത്തൗട്ട് നോളജ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വി അഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ വി വിത്തൗട്ട് നോളജ്, ഞങ്ങൾ അറിവില്ലാത്ത ഒരു സമൂഹം. അല്ലെങ്കിൽ അത് തന്നെ, അറിവില്ലാത്ത ഒന്നോ ബുദ്ധിമില്ലാത്ത. ഞാനത് എൻ്റെ സ്പോൺസർ പറഞ്ഞു തന്നെ ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുള്ളത് അത്ര കാര്യമാക്കണ്ട ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ താല്പര്യമുള്ളവർക്ക് കഴിക്കാം. അഗ്നോസ്റ്റിക് എന്നുള്ള വേർഡ് വന്നത് ഗ്രീക്ക് വേർഡ് അഗ്നോസ്റ്റോസ് എന്നുള്ള വേർഡിൽ നിന്നാണ്. അതിന്റെ അർത്ഥം വിത്തൗട്ട് നോളജ് എന്നാണ്. അപ്പോ ഇനി നമുക്കിത് രണ്ടാമത്തെ പടിയെ കുറിച്ചുള്ള ആണ്. 2ഉം 3ഉം പടി കുറച്ചുണ്ട് അതിനകത്ത്. അത് 14 പേജുണ്ട്. ആ 14 പേജിൽ കൂടി നമുക്ക് ഞങ്ങളെ സുബോധവാന്മാരാക്കാൻ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അത് തന്നെയാണ് അയാൾക്ക് ചേർത്ത് നിൽക്കാനുള്ള ശക്തി ദൈവത്തിൽ നിന്ന് തന്നെ വരണം. മസ്റ്റ്. അത് തന്നെയാണ് ഇപ്പൊ രണ്ടാമത്തെ പടിയിൽ. അതിൽ കുറച്ച് ലളിതമായ ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. ഞങ്ങളെ സുബോധവാന്മാരാക്കാൻ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അപ്പൊ അമിത മദ്യപാനാസക്തി പറ്റി കഴിഞ്ഞ അധ്യായങ്ങളിൽ നിന്ന് കുറെയൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. അമിത മദ്യപാനാസക്തി. അപ്പൊ അതിനകത്ത് 3 ടൈപ്പ് ആൽക്കഹോളിക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് 3ാമത്തെ ടൈപ്പിൽ വരുന്ന ആളുകളാണ് നമ്മൾ. 1ാമത്തെ ടൈപ്പിലുള്ള എല്ലാ കാലത്തും കുടിച്ചു, അല്ലെങ്കിൽ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു. അവർക്ക് അങ്ങനെ കുടിക്കുന്നവരാണ്. ആഴ്ചയിൽ തന്നെ ഒരു ദിവസം കുടിച്ചാലും പിന്നെ വേണമെന്നില്ല, 2 ആഴ്ച കുടിക്കാതിരുന്നോളും. 2 3 പേർക്ക് അടിച്ച് നിർത്തും. ചിലർ മറ്റു പല കാരണം കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ടുള്ളത് കൊണ്ട് ചിലർ നിർത്തുന്നു. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ മദ്യം പരതുന്ന, മദ്യത്തിന്റെ ടിച്ചിലെങ്കിലും എവിടെയെങ്കിലും ഉണ്ടോന്ന് ഓടി നടക്കുന്ന ഒരു സമൂഹം. അതിൽപ്പെട്ടതാണ് 3ാമത്തെ സമൂഹം. ആ സമൂഹത്തിൽപ്പെട്ടതാണ് ഞാൻ. നിങ്ങളുടെ കാര്യം നിങ്ങൾ തീരുമാനിച്ചോളൂ. അപ്പൊ ഈ ആസക്തിയെ പറ്റി കഴിഞ്ഞ അധ്യായം നിങ്ങൾക്ക് കുറെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അമിത മദ്യപാനാസക്തനും അമിത മദ്യപാനാസക്തനും അല്ലാത്ത മദ്യപാനം തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ വ്യക്തമായി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞൊരു 1, 2, 3 ടൈപ്പുള്ള ആൾക്കാർക്ക് മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, ശ്രദ്ധിക്കുക, മദ്യത്തിൽ നിന്ന് മുക്തി നേടാൻ സത്യസന്ധമായി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങൾക്കത് പൂർണ്ണമായി സാധിക്കാതെ വരുമ്പോഴോ കുടിക്കുന്ന അളവിന്റെ കാര്യത്തിൽ ഒട്ടും നിയന്ത്രണമില്ലാതെ വരുമ്പോഴാണ് നിങ്ങൾ മിക്കവാറും ഒരു മദ്യപാന രോഗിയാണ്. ഇതാണ് നമ്മളുടെ ആൽക്കഹോളിക് നമ്പർ 3യുടെ അവസ്ഥ. അപ്പോ അതിനുശേഷം പറയുന്ന അതാണ് സ്ഥിതിയെങ്കിൽ ആധ്യാത്മികമായ അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒരു രോഗം മൂലം നിങ്ങൾ ക്ലേശിക്കണം. ഈ ഒരു തലത്തിലേക്കൊരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആധ്യാത്മിക അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒരു രോഗം മൂലം നിങ്ങൾ ക്ലേശിക്കുന്നുണ്ടാവും. ചില ഇംഗ്ലീഷ് ഇതിൽ കേൾക്കാറുണ്ട്, there is there is no solution for a chemical problem. anyway, അപ്പൊ ഈ മദ്യം എന്നുള്ള ആ ആസക്തിയിലേക്ക് എത്തിയിട്ടുള്ള ഒരു അവസ്ഥ, തീവ്രമായിട്ടുള്ള ഒരവസ്ഥ, അതിന് ആകപ്പാടെയുള്ള ആ രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ട് മുമ്പ് പറഞ്ഞ കാര്യമുള്ള നിയന്ത്രണമില്ലാതെ കുടിയും കാര്യങ്ങളുമായിട്ട് പോകുന്ന വ്യക്തി ആ തലത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള only through a spiritual experience. If that the case, you may be suffering from an illness which only a spiritual experience will conquer. ഇതാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോമസിൽ സംഭവിക്കുന്നത്. ഒല്ലി ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ഈ ആധ്യാത്മ അനുഭവത്തിലൂടെ മാത്രമാണ്. ഇതിനെക്കുറിച്ച് സ്വയം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ
മനസ്സിലാക്കാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞു കേരളത്തിൽ വെള്ളം അടിച്ചിട്ട് അവിടെ ഇവിടെ നടക്കുന്നുണ്ട്, ക്യൂവിൽ നിൽക്കുന്നുണ്ട്, ഒരു സുഹൃത്തിനെ കാത്തു നിൽക്കുന്നുണ്ട്, ബന്ധങ്ങള് തകർത്തിപ്പെടുന്നുണ്ട്, വീടിന് ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഡെയിലി കൊലപാതകങ്ങളുടെ ഒരു ശൃംഖല നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ഡെയിലി ഉണ്ട്. സ്വന്തം അമ്മയെ, ഒരു മകനുള്ളൂ, സുഖമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് നടന്ന അമ്മയെ വെട്ടിക്കൊന്ന കഴിഞ്ഞ് പിന്നെ 2-3-4 ദിവസം ഒറ്റ ആയിട്ടുള്ളൂ. ഇന്നലെ ഇന്നുമായിട്ട് ഭാര്യയെ ആരെ കുത്തിക്കൊന്ന ചരിത്രം, കഴുത്തറുത്തും ഒക്കെ ആയിട്ട്. ഇതിന്റെ എല്ലാം അവരോടൊന്നും നമുക്ക് ഒരിക്കലും ഒരു വെറുപ്പ് തോന്നേണ്ട ഒരു ഇതില്ല. ഇതൊക്കെ നമ്മളും ആകാമായിരുന്നു. അല്ലെ, ഏതൊരു ഗ്രൂപ്പില് ഒരു ഡോക്ടറെ കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഒരു ഡോക്ടറെ MDMA ആയിട്ട് പിടിച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ടത് എനിക്ക് വാസ്തവത്തിൽ വളരെ ബുദ്ധിമുട്ട് തോന്നി. അങ്ങനെ അത് ഇങ്ങനെയുള്ള ആളുകൾ ഈ ഡോക്ടറൊക്കെ ആയി കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്നൊന്ന് ആലോചിച്ചു. അങ്ങനെയുള്ളൊരു ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ഒരു മെമ്പറാണ് അതിട്ട്. ആലോചിച്ച് നോക്കൂ, നമുക്ക് എങ്ങനെ ഒരാളെ ഒരു ഇതിനകത്ത് പിടിക്കപ്പെട്ട ഒരാളെ നമുക്ക് കളിയാക്കാൻ പറ്റും? കഞ്ചാവുമായിട്ട് പിടിച്ചു. ഡോക്ടർ ആയാൽ നമ്മളും നമ്മളുടേതായിട്ടുള്ള രീതിയിൽ നമ്മളും ഇതൊക്കെ അല്ലേ ചെയ്തത്, നാശമല്ല നമ്മൾ ചെയ്തത്. അയാള് ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ഒരു മോശം ഡോക്ടർ ആവണമെന്നില്ല. ഡോക്ടർ ബോബ് ഡോക്ടർ അല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡ്രിങ്കില് ഒരു ദിവസം വന്ന് അയാൾക്കൊരു സർജറി ചെയ്യേണ്ടതിന് അതിന്റെ ചരിത്രത്തില് ഏതെങ്കിലും ബുക്കിലുണ്ടോന്നുള്ള അറിയത്തില്ല. നമ്മുടെ ഷിബുവിനോട് ചോദിച്ചാൽ ഷിബു ചരിത്രം പഠിക്കുന്ന ആളാണ്. ലാസ്റ്റ് അന്ന് ആ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡോക്ടർ ബോബിന്റെ എന്നടാ അപ്പക്കിന് ഒട്ടും തയ്യ തലവേദനയുണ്ട്. അപ്പൊ 2 മിനിറ്റ്സ് ഒന്ന് കിടന്നോട്ടെ എന്നല്ലേടാ പറഞ്ഞത്. പറഞ്ഞോ സാറേ. ഓക്കെ, സോറി, പറഞ്ഞോളൂ. നിങ്ങള് ഹോസ്റ്റും കോസ്റ്റ് ആയിട്ടുള്ളവർ ശ്രദ്ധിക്കുക. ആരെങ്കിലും മൈക്ക് അൺമ്യൂട്ടായ ശ്രദ്ധിക്കണം. ഒന്നാമത് നിങ്ങൾ ഇത് റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. നമ്മുടെ ഫ്ലോ അങ്ങോട്ട് പോയി ഇടയ്ക്ക് ഇങ്ങനെ ഇതാവുമ്പോ. അപ്പൊ ഡോക്ടർ ബോബ് ഡോക്ടർ അല്ലായിരുന്നു. അദ്ദേഹം എത്രയോ രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മള് ഒരിക്കലും ഒരു മദ്യപാസക്തനോ അല്ലെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളിൽ നടക്കുന്നതിനെ നമ്മൾ ഒരു കളിയാക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മളുടെ ചിത്രമാണ്. ദൈവാനുഗ്രഹം ഈ പറയുന്ന ഇതില്ലേ, നമുക്കുള്ള ഇതിനെയൊക്കെ ചേർത്ത് നിൽക്കാനുള്ള ശക്തി ദൈവം തന്നതുകൊണ്ട് മാത്രമാണ്, ദൈവത്തിൽ നിന്ന് തന്നെ വന്നുകൊണ്ടാണ്. ഒരു മനുഷ്യശക്തിക്ക് നമ്മളുടെ രോഗം, നമ്മുടെ അടുത്ത ചാപ്റ്റർ വരുന്നുണ്ട്, നോ ഹ്യൂമൻ പവർ കുഡ് ഹവ് റിലീവ്ഡ് അവർ ആൽക്കഹോളിസം. പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെ അഹങ്കരിക്കേണ്ടത്? മദ്യപിച്ച് വഴി കിടക്കുന്ന ഒരാളെ കണ്ട് നമുക്ക് ചിരിക്കാൻ പറ്റുമോ? പാടില്ല. ചിലർ വഴി കിടന്ന് വെള്ളം അടിച്ചെടുക്കുന്നവരുടെ ഫോട്ടോയൊക്കെ എടുത്തിട്ടൊക്കെ ഒരിക്കലും പാടില്ല. എന്നിട്ട് അത് കണ്ടപ്പോ പിന്നെ അതായിട്ട് ആളെ എനിക്കറിയാവുന്ന ഞാൻ ഒന്നും വിളിച്ച് പറയാൻ പോയില്ല. അതൊക്കെ ആൾക്കാർക്ക് യെസ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ മനസ്സിൽ നമ്മുടെ ബിപിൻ ഇട്ടിട്ടുണ്ട്, there is no solution for a chemical problem without a spiritual solution. അതാണ് വളരെ പെട്ടെന്ന് കാണുന്നത്. താങ്ക് യു ബിപിൻ. അതുകൊണ്ടാണ് നിങ്ങൾ മീറ്റിംഗ് ഫോളോ ചെയ്യുന്നവർക്കാണ് ഇത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ സഹായിക്കാൻ പറയുന്നത്. there is no solution, ഒരു പരിഹാരമില്ല for a chemical problem. ഡ്രഗ്സ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. ഇപ്പൊ കുറച്ചൊന്നും അല്ലല്ലോ ഉള്ളത്. ഇപ്പൊ ഉള്ളതിനൊരു കണക്കില്ല. എന്തൊക്കെയാണെന്നുള്ളത് പോലും ഒരു ലിസ്റ്റ് ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ് ഉണ്ട്. അതിനകത്ത് യാതൊരു സൊല്യൂഷനും ഇല്ല. ആ സൊല്യൂഷന് വരുന്നതാണ് വിത്തൗട്ട് എ സ്പിരിച്വൽ സൊല്യൂഷൻ. ആ സൊല്യൂഷൻ പൊള്ളി ഇന്നും വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അത് ഞാൻ ഇടയ്ക്ക് വന്നപ്പോ ഒന്ന് പറഞ്ഞാണ്, അതിന് ആ വാക്ക് വരാതെ ഒന്നുകൊണ്ടാണ് പറയാൻ പറ്റുക. താങ്ക് യു വിപിൻ ഒരിക്കൽ കൂടി. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മൾക്ക് ഒരിക്കലും കാണരുത് ആരെ. അപ്പൊ അതുകൊണ്ട് നമ്മള് എല്ലാം ഇതിനകത്തൂടെ വന്നിട്ടുള്ളതാണ്, ഈ വഴി കൂടി പോന്നിട്ടുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ആധ്യാത്മികമായിട്ടുള്ള അനുഭവം എന്നുള്ളതൊരു ഗിഫ്റ്റ് ഓഫ് ഗോഡാണ്. ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു
ദാനമാണ്, അല്ലാതെ എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതല്ല എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസ്. അതിനെക്കുറിച്ച് 73-ാമത്തെ പേജിൽ 73-ാമത്തെ പേജിൽ നമ്മളുടെ പ്രവർത്തി പദത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിനകത്ത് 5-ാമത്തെ പടിയുടെ 5-ാമത്തെ പടിക്ക് നമുക്കൊരു പ്രോമിസ് ഉണ്ട്, മനസ്സിലായില്ലേ? ആ പ്രോമിസിന്റെ 5-ാമത്തെ പടിയിലെ പാരഗ്രാഫ് ഞാൻ മുഴുവൻ വായിക്കാം, നിങ്ങളത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ട് വേണം നാം ഇതിലേക്ക് വരണം. ഒന്നും മറച്ചു പിടിക്കാതെ നാം ഈ പടിയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുമ്പോൾ, 5-ാമത്തെ പടിയാണ്, ചെയ്യുമ്പോൾ നാം സന്തുഷ്ടരായിത്തീരുന്നു. നമുക്ക് ലോകത്തെ അതിന്റെ കണ്ണിൽ തന്നെ നോക്കിക്കൊണ്ട് നേരിടാനാകുന്നു. പൂർണ്ണമായ സമാധാനവും ആശ്വാസവും ഒറ്റയ്ക്കാകുമ്പോഴും അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നു. ഇതാണ് 5-ാമത്തെ പടിയുടെ വാഗ്ദാനം എന്ന് പറയാറുണ്ട്, 5th സ്റ്റെപ്പ് പ്രോമിസ്. നമ്മിൽ നിന്ന് നമ്മുടെ ഭയങ്ങളൊക്കെ വിട്ടുപോകുന്നു. ദൈവത്തിന്റെ സാമീപ്യം നാം അനുഭവിച്ചറിയാൻ പോകുന്നു. നമുക്ക് ചില ആത്മീയ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നിട്ടുണ്ടാവും, പക്ഷേ ഇതാണ് ഇതായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്കൊരു ആത്മീയമായ അനുഭവം ഉണ്ടാവാൻ തുടങ്ങുന്നു. ഒരു ആത്മീയമായ അനുഭവം ഉണ്ടാവാൻ തുടങ്ങുന്നത് 5-ാമത്തെ പടിയിൽ വരുമ്പോഴാണ്. 2-ാമത്തെ പടിയിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്കതിൽ കാണുന്നു. അറിവുകൾ പങ്കെടുത്താണ് നമുക്ക് മുമ്പേ സഞ്ചരിച്ച സമൂഹം, നമ്മുടെ ഫൗണ്ടിങ് ഫാദേഴ്സ്, അവരുടെ അനുഭവത്തിൽ നിന്നും നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ ഈ ആധ്യാത്മിക അനുഭവത്തെക്കുറിച്ച് കുറച്ചേറെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ തുടക്കത്തിലെ മനസ്സിലാക്കാതെ പോയാൽ നമ്മളുടെ യാത്ര സുഗമമാവില്ല. ഇത് ഇന്നലെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചത്, ഞാൻ അറിയില്ല അദ്ദേഹത്തെ, എറണാകുളം ജില്ലയിൽ തന്നെയുള്ള ഒരാള്. അദ്ദേഹം 3-4 വർഷത്തെ റിക്കവറിക്ക് ശേഷം അദ്ദേഹം ഇപ്പൊ റിക്കവറിയിലാണോ, 1 വർഷം മിച്ചമായി. ഇപ്പൊ അദ്ദേഹം എന്നോട് ഏതോ സ്റ്റഡി ഗ്രൂപ്പിൽ കേട്ടിട്ടുണ്ടാവും, അങ്ങനെ വിളിച്ചിട്ട് എന്നെ വിളിച്ചു. പുള്ളി ഇപ്പൊ 11-ാമത്തെ പടിയുടെ പ്രാർത്ഥനയെ കുറിച്ചുള്ള ചില ഭാഗത്തെ കുറിച്ചൊക്കെയാണ് പുള്ളിയുടെ സംശയങ്ങൾ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു 1.5 മണിക്കൂറോളം സംസാരിച്ചു. അപ്പൊ 11-ാമത്തെ പടിയുടെ പ്രാർത്ഥനയിലേക്ക് എത്തിയപ്പോ എന്തായാലും സ്റ്റഡി ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ റിലവന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പുള്ളി ബുക്ക് എടുത്ത് വെച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്, ബ്ലൈൻഡ്ലി അല്ല. ഇപ്പൊ ഇതിനകത്ത് താല്പര്യമുള്ള ആളാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ പടിക്കും പ്രാർത്ഥനയുണ്ട്, 12 പടികൾക്കും പ്രാർത്ഥനയുണ്ടെന്ന്. അപ്പോൾ അത് പുള്ളിക്ക് ഒരു പുതിയ അറിവ് പോലെ തോന്നി. അതെങ്ങനെ 12 പടിയിലും പ്രാർത്ഥന എന്നുള്ളത് 3, 7, 11 അല്ലേ ഉള്ളൂ. അതിന് ഞാൻ പറഞ്ഞു, ഈ 3-ാമത്തെ പടിയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങും പറഞ്ഞിട്ടില്ല. 3-ാമത്തെ പടിയുടെ ഭാഗത്ത് വരുമ്പോൾ ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്, നമ്മൾ അതിനെ 3rd സ്റ്റെപ്പ് പ്രയർ എന്ന് പറയുന്നു. 7-ാമത്തെ പടിയുടെ ഭാഗത്ത് ഒരു പ്രയർ വന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ 7-ാമത്തെ പടി പ്രയർ. 11th സ്റ്റെപ്പിൽ ബിഗ് ബുക്കിൽ വരുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. അവിടെ 2 or 3 പ്രാർത്ഥന വേണമെങ്കിൽ അങ്ങനെയുള്ള വാചകങ്ങൾ 11-ാമത്തെ പടിയുടെ പ്രവൃത്തി പദത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1-ാമത്തെ പടിയുടെ പ്രാർത്ഥന, അപ്പൊ പുള്ളി പറഞ്ഞു 1-ാമത്തെ പടിയുടെ എന്ത് പ്രാർത്ഥനയായിട്ടൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ സ്പോൺസർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പടികളെ കുറിച്ച് ഒരു സ്പോൺസറും ഇതുകൊണ്ട് പുള്ളി, ഞാൻ പറഞ്ഞു 1-ാമത്തെ പടിയുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ തന്നെ നമ്മളിലുള്ള ദൈവം ഇപ്പൊ ഇത് പറഞ്ഞില്ല, നമുക്കൊരു സൊല്യൂഷൻ, ഒരു ആത്മീയമായിട്ടുള്ള അനുഭവമാണെങ്കിൽ പിന്നെ നമ്മൾ തന്നെ കുറച്ച് റിക്കവറിയിൽ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ എന്തുകൊണ്ട് 1-ാമത്തെ പടിയെ ഞാൻ പറഞ്ഞു ഒരു വാക്ക് ചേർത്ത് ഒന്ന് വായിക്കാൻ പറഞ്ഞു. ദൈവമേ എന്നുള്ളൊരു വാക്ക് ചേർത്ത് 1-ാമത്തെ പടിയെ വായിച്ചു നോക്ക്. അപ്പൊ പ്രാർത്ഥനയായിട്ട് മാറും ദൈവമേ. നമ്മൾ ഈ മദ്യത്തിന്റെ മുമ്പിൽ ശക്തിനാണെന്ന് ഞാൻ തുറന്നു സമ്മതിച്ചു. എന്റെ ജീവിതം അനിയന്ത്രിതം നമ്മൾ ഞങ്ങളുടെ എന്നാണ് പറയുന്നത്. അവിടെ സിംഗുലർ ആയിട്ടിരുന്നത് ദൈവമേ, അയാളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച ദൈവമേ മദ്യത്തിന്റെ മുമ്പിൽ ശക്തിഹീനാണെന്ന് ഞാൻ തുറന്ന് സമ്മതിച്ചു. ദൈവമേ എന്റെ ജീവിതം അനിയന്ത്രിതമായി പോയി. 1-ാമത്തെ പടിയിൽ ഒരു പ്രാർത്ഥന ആയിട്ട് നമുക്ക് ചെയ്തുകൂടെ? 2-ാമത്തെ പടിയിൽ ദൈവമേ എന്നെ സുബോധവാനാക്കുവാൻ അങ്ങേക്ക് മാത്രമേ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2-ാമത്തെ പടിയിൽ പ്രാർത്ഥനയുണ്ട്. 3-ാമത്തെ പടിയിൽ പ്രാർത്ഥന ബിഗു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞു 3-ാമത്തെ പടിയുടെ പ്രയർ എടുത്തൊരു പുള്ളി പറഞ്ഞു 3-ാമത്തെ പടിയുടെ പ്രയർ ഏത് പേജിലാണ്? പിന്നെ ചിത്ര നാള് സ്പോൺസർ ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല. ഇല്ല, പറഞ്ഞു തന്നിട്ടില്ല. 3rd സ്റ്റെപ്പ് പ്രയർ അറിയില്ല. 7-ാമത്തെ പടിയുടെ പ്രയർ അറിയാമെന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, അതും അറിയത്തില്ല. പിന്നെ 11-ാമത്തെ പടിയുടെ ഭാഗത്തെ കുറിച്ചുള്ള പ്രയറിനെ കുറിച്ച് എന്ത് പറഞ്ഞു കൊടുക്കാന്?
ഞാൻ അദ്ദേഹത്തിന് ഒന്നും വളരെ ഇതായിട്ട് പിന്നെ ഓരോരോ പ്രയർ പറഞ്ഞു കൊടുത്ത് പുള്ളി വളരെ ഒരു ക്ഷമയുള്ള ഒരു സുഹൃത്തായിരുന്നു കാര്യം. അപ്പൊ സി മൂന്നാമത്തെ പടിയുടെ പ്രയർ അറിയത്തില്ല. നമ്മൾ എന്ത് പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യണ 7th സ്റ്റെപ്പിന്റെ പ്രയർ അറിയത്തില്ല. ഇപ്പൊ 9th സ്റ്റെപ്പ് പ്രോമിസ്, അത് എത്രാമത്തെ പേജിലാന്ന് പറഞ്ഞാൽ പലർക്കും അറിയത്തില്ല. 9th സ്റ്റെപ്പ് പ്രോമിസ് 82ാമത്തെ പേജിലാണ്. ഇംഗ്ലീഷിലാണ് 83, 84 2 പേജിലാണ് ചേർത്തിട്ടാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു അമിത മദ്യാസക്താണ് ഇത്ര നാളായിട്ട് കുറിച്ചില്ല. ഇത് പറയാൻ തുടങ്ങിയിട്ട് ഇത്ര വർഷം ഇത് മാത്രം പറഞ്ഞ പോരാ. റിക്കവറി നമ്മൾ തുടങ്ങി നമുക്ക് ഈ പ്രൊസീജിയറുകൾ കൂടി ഈ പ്രോസസ്സ് കൂടി നമ്മൾ പോയാൽ അത് ദീർഘനാൾ നിൽക്കുള്ളൂ. അത് ചെയ്യാത്തവരാണ് ഈ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നുമില്ല, ലളിതമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി എന്ന് നമ്മുടെ ബിഗ് ബുക്ക് പറയുന്നുണ്ടല്ലോ. അല്ല, ആ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ പടികളിലും പ്രയർ ഉണ്ട്. 4th സ്റ്റെപ്പിൽ എനിക്ക് തോന്നുന്നൊരു 3 or 4 പ്രയറുകൾ പഴമക്കാർ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് 4th സ്റ്റെപ്പിൽ വരുമ്പോൾ. അപ്പൊ അങ്ങനെ 6ാമത്തെ പടിയിൽ ഇപ്പൊ 7th സ്റ്റെപ്പ് പ്രയർ എന്ന് പറയുന്നുണ്ട്. 6th സ്റ്റെപ്പിലും പ്രയർ ഉണ്ട്. ആ പാടെ ഒരു കുഞ്ഞു പാരഗ്രാഫാണ് 6ാം പടിക്ക് വേണ്ടിയിട്ട് ബിഗ് ബുക്ക് കൊടുത്തുള്ളത്. അതൊരു പ്രയർ തന്നെയാണ്. വായിച്ച് പദാനുപദം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കിനി അതിലേക്കൊക്കെ വരുമ്പോൾ നോക്കാം. എനിവേ, അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ആത്മീയത എന്നുള്ളത് ഈ പേജിൽ അടുത്ത പാരഗ്രാഫിലും ആത്മീയത ദൈവം എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു കാരണമുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട ഒരു കാര്യമുണ്ട്. ഐ ആം ഫോളോയിങ് എ സ്പിരിച്വൽ പ്രോഗ്രാം. ഞാൻ ഒരു ആത്മീയമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഞാനൊരു ആത്മീയമായിട്ടുള്ള ഒരു പാതയിൽ കൂടിയാണ് ഞാൻ നടന്നു നീങ്ങാൻ പോകുന്നത്. ഇവിടെ ഞാൻ എൻ്റെ പഴയ മനുഷ്യനെ, ഞാനിവിടെ ഒരു പഴയ സ്വഭാവമായിട്ട് ഇനി പറ്റത്തില്ല എനിക്ക്. കാരണം ഇവിടെ എനിക്ക് വളരെ ഒരു നാരോ എസ്കേപ്പ് ആണ് ഉണ്ടായിരിക്കുന്നത്. കാരണം നമ്മുടെ മുമ്പിൽ ഇന്ന് എന്തോരോ മദ്യപിച്ച് മരിച്ചു വീഴുന്നത്, അപകടങ്ങൾ ദൈവമേ ഓരോ ദിവസം കേൾക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന പോലെയുള്ള അപകടത്തെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ 3ാം സ്ഥാനത്തൊക്കെയാണ് അപകട നിരക്ക്. മനസ്സിലായില്ലേ? ദിവസവും അതിനകത്തൊക്കെ ഇതാണ്, ഓവർ സ്പീഡാണ് എല്ലാം. എന്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ള കാരണം? അപ്പൊ ഇവിടെ ഇതിൻ്റെയൊക്കെ നമ്മളും ആകാമായിരുന്നു. അപ്പൊ ഒരു വളരെ നാരോ എസ്കേപ്പിന് മലയാളത്തിൽ എന്താ പറയുന്നത്, ഒരു രക്ഷപ്പെടലാണ് നമ്മൾ. മനസ്സിലായില്ലേ? അത്ഭുതകരമായിട്ടുള്ള രക്ഷപ്പെടലിൽ നമ്മളിരിക്കുന്നു. ആ രക്ഷപ്പെടലിനുള്ള കാരണം നമ്മൾ അറിയണം. വൈ മീ? എന്നെ എന്തുകൊണ്ട് ദൈവം തെരഞ്ഞെടുത്തു? ദൈവം എന്തുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തി? ഈ ഉന്നതനായ ശക്തി എന്നെ എന്തിനു വേണ്ടിയിട്ട് രക്ഷപ്പെടുത്തി? കുടിച്ചു മരിച്ചുകൊണ്ടിരിക്കേണ്ട ആളുകൾ ആശുപത്രികളിൽ കിടക്കുന്ന ലിവർ സിറോസിസ് ആയിട്ട് മരിച്ചു, അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നുകൊണ്ടിരിക്കുന്നത്. എനിവേ, അപ്പോ ഇവിടെ നമ്മളോട് പറയുന്ന ആധ്യാത്മികമായ അനുഭവത്തിലൂടെ മാത്രം കീഴ്പ്പെടുത്താവുന്ന ഒരു രോഗം വരെ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്നു. ആ ആധ്യാത്മികമായിട്ടുള്ള അനുഭവം നമ്മൾക്ക് ഉണ്ടാവുന്നത് 5ാമത്തെ പടിയിലാണ്. ഇവിടെ നമുക്കൊരു അനുഭവത്തിലൂടെ മാത്രം കേൾപ്പെടുന്നു. ആ അനുഭവം ഉണ്ടാവുന്നത് 5ാമത്തെ പടിയാണ്. ആ 5ാമത്തെ പടി ചെയ്യാനായിട്ട് ആർക്കും 5ാമത്തെ പടി 4 ചെയ്യണം. 4 ചെയ്യത്തില്ല. 4 ചെയ്താലല്ലേ 5 ചെയ്യത്തുള്ളൂ. അപ്പൊ 3ാമത്തെ പടി വരെ ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. അവർക്ക് ആരെയും പറഞ്ഞിട്ട് ഞാൻ പറയത്തില്ല. ഞാൻ കുറ്റം പറയുകയാണെങ്കിൽ എന്നെ പോലെയുള്ള പഴമക്കാരെ ഞാൻ പറയത്തുള്ളൂ. ഞാൻ എന്നെ വലിയൊരു പഴമക്കാരനെന്നാണ് പറയില്ലെങ്കിലും കുറച്ച് കാലമായില്ല. അതായത് നിങ്ങളോട് ഞാൻ പറയുന്നത്, ഇപ്പോഴേ നിങ്ങൾ കുറച്ചു പേരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ഈ 4th സ്റ്റെപ്പ് അടുത്ത ചാപ്റ്ററിൽ വരുമ്പോഴാണ് നമുക്ക് 4th സ്റ്റെപ്പ് വരുന്നത്. ആ 4th സ്റ്റെപ്പ് ഒരുപക്ഷെ നമ്മുടെ ഈ മീറ്റിങ്ങിൽ കൂടി തന്നെ ഗൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് നോക്കാം. നിങ്ങൾക്ക് ഗൈഡൻസ് കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഫിലിപ്പ് സാറ് ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്ക്ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. നേരത്തെ ഇംഗ്ലീഷിൽ ആണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മലയാളത്തിലേക്ക് പല പ്രാവശ്യം പലരും നോക്കിയിട്ടൊന്നും സാധിച്ചില്ല. ഇപ്പൊ അത് ശരിക്കും മലയാളത്തിലേക്ക്, ശുദ്ധമായ മലയാളത്തിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് ടു ബേസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രാവശ്യത്തെ അവർ നടത്തുന്ന റിട്രീറ്റ് പേരുമേടിൽ വെച്ചുകൊണ്ട് അവിടെ മലയാളത്തിലുള്ള ബുക്ക് വെച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യാം. ആ ബുക്ക് ഞാൻ ഫിലിപ്പ് സാറിനോട് ചോദിച്ചിട്ട് ഇവിടെ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. വളരെ ലളിതമായിട്ട് 12 പടികളെ കുറിച്ചുള്ളൊരു ഇതാണ്. അത് ബുക്ക് രൂപത്തിലും നമ്മൾ
ഈ ഗ്രൂപ്പ് ബിഗ് ബുക്ക് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് തീരുമാനിച്ചിട്ടുണ്ട് അതൊരു ചെറിയൊരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന്. വിൽക്കാനൊന്നുമല്ല, അതിന് കോപ്പിറൈറ്റിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതെല്ലാം ചിന്തിച്ചിട്ട് നല്ലൊരു ബുക്ക് രൂപമാണ്. ഇപ്പൊ തൽക്കാലം അത് അതിന്റെ ഇത് നമുക്ക് PDF കിട്ടിയിട്ടുണ്ട്, DTP ചെയ്തിട്ട്. അപ്പൊ ആ രീതിയിലുള്ള ആ ബുക്ക് ഒരു വർഷം ഉപയോഗിച്ചിട്ട് 4ാമത്തെ പടി ചെയ്യാത്തവരോ അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഓൺലൈനിൽ എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അത് ചെയ്തു തരാം. നിങ്ങൾ ഈ പടികൾ ചെയ്യണം. ഈ ആത്മീയമായിട്ടുള്ള അനുഭവം, ഇഷ്ടമായില്ലേ? ഈ ആധ്യാത്മികമായിട്ടുള്ള അനുഭവം ഉണ്ടാവണമെങ്കിൽ 5ാമത്തെ പടി ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, അത് ഉൾക്കൂടിയാണ്. അത് ആ അനുഭവത്തിലൂടെ മാത്രമാണ് ഇതിനൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. 4th and 5th സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. എല്ലാ സ്റ്റെപ്പുകളും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഈ ആധ്യാത്മിക അനുഭവം ഞാൻ വായിച്ചു കേൾപ്പിച്ചാണ് 73ാമത്തെ പേജിലുള്ളത്. ഈ പടിയിൽ വെച്ചാണ് എനിക്ക് ആധ്യാത്മിക അനുഭവം ഉണ്ടായെന്ന് ഒരാൾക്ക് പറയാൻ പറ്റും. ദൈവാനുഭവം ഉണ്ടായെന്ന് പറയാൻ പറ്റും. ഐ എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇപ്പോഴും പറയാറില്ല നിരീശ്വരവാദികളായി ഞങ്ങൾ നമ്മൾ തെറ്റാണെന്നുള്ളത്. ഇവിടെ അത് ശരിയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഒരു നാസ്തികനോ നിരീശ്വരവാദിയോ, ഇംഗ്ലീഷില് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. To the one who feels he's an atheist or agnostic, such an experience seems impossible, but to continue as he is means disaster, especially if he is an alcoholic of the hopeless variety. To be doomed to an alcoholic death or to live in a spiritual basis are not always easy alternatives to face. അപ്പൊ ഈ ഒരു നാസ്തികനോ നിരീശ്വരവാദിയോ ആണെന്ന് സ്വയം കരുതുന്ന ഇത്, ആ നാസ്തികൻ എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ആ രണ്ടിനെ ഡിഫറെന്റ് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നാസ്തികൻ എന്ന് പറഞ്ഞാലും നിരീശ്വരവാദി എന്ന ഒരു അജ്ഞേയവാദിയോ നിരീശ്വരവാദിയോ എന്നുള്ളതാണ് ശരിക്കും ഉള്ള ശുദ്ധമായിട്ടുള്ള മലയാളം വേണ്ടത്. ഏതായാലും രണ്ടായിട്ട് തിരിച്ചെഴുതിയത് തന്നെ നല്ലൊരു കാര്യം എന്ന് വിചാരിക്കുക. നാസ്തികനും നിരീശ്വരവാദിയും ഒന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അജ്ഞേയവാദിയാണ് ആണെന്ന് സ്വയം കരുതുന്ന ഒരാൾക്ക് അത്തരത്തിലുള്ള അനുഭവം അസാധ്യമായിട്ട് കാണപ്പെടും. പക്ഷേ അയാൾ അതേ നിലയിൽ തുടരുക എന്നുള്ളത് വിനാശകരമാണ്. പ്രത്യേകിച്ചും പ്രതീക്ഷയറ്റ തരത്തിൽപ്പെട്ട ഒരു കുടിയനാണെങ്കിൽ ഒന്നുകിൽ അമിത മദ്യപാന രോഗിയായി മരിക്കാൻ വിധിക്കപ്പെടുക, അല്ലെങ്കിൽ ദ സൊല്യൂഷൻ അതർവൈസ് ആത്മീയമായ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഇവയിൽ ഒന്ന് മാത്രം മുമ്പിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എപ്പോഴും എളുപ്പമായ ഒന്നല്ല. മനസ്സിലായില്ലേ? ആ ഒരവസ്ഥ ടു ചൂസ് അത്ര എളുപ്പമല്ല. മദ്യം ഉപേക്ഷിച്ചിട്ട് വേറൊരു ജീവിതത്തിലേക്ക് പോകണം നമുക്ക് അത്ര എളുപ്പമാണോ ഒരു തീരുമാനം എടുക്കാനോ? ഒരാൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു നിങ്ങളുടെ അന്ന് കേൾക്കുമ്പോൾ പലർക്കും ആ ആത്മീയതയോടും നമ്മൾ പുറം തിരിഞ്ഞിരിക്കുന്ന ഒരു രീതിയുണ്ട്. പക്ഷെ ഇവിടെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു ജീവിതമാണ്, ഒരു രീതിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നാൽ അത് അത്രമാത്രം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കണ്ടിന്യൂ ചെയ്യാം. ആരംഭകാലത്തിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പകുതിയോളം പേർ ശരിക്കും ഈ രീതിയിലുള്ളവരായിരുന്നു. ആരംഭകാലത്തെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ പകുതിയോളം പേർ ഈ രീതിയിലുള്ളവർ എന്ന് പറഞ്ഞാൽ അഗ്നോസ്റ്റിക്സ്, അജ്ഞേയവാദികളായിരുന്നു. ബിൽ വിൽസൺ അജ്ഞേയവാദിയായിരുന്നു, നിരീശ്വരവാദിയായിരുന്നില്ല. അജ്ഞേയവാദികള് എന്ന് പറഞ്ഞ എന്താണ്? നിരീശ്വരവാദി എന്ന് പറയുന്നവര് there is no God, ഒരു ഗോഡും ഇല്ല, ഒന്നുമില്ല. ഇതൊരു സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി എന്ന് പറഞ്ഞ ഒരു ഇതിൽ കൂടി നാച്ചുറൽ ആയിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം. സയൻസ് അതിന് പല പേരിലും പല പേരിട്ടും അവർ വാദിച്ച് അവരതിൽ തന്നെ ഉറച്ചു നിൽക്കും. ഒരിക്കലും ഒരു നിരീശ്വരവാദിയോട് നമുക്ക് യുദ്ധം ചെയ്ത് നിൽക്കാൻ പറ്റത്തില്ല. അഗ്നോസ്റ്റിക്സ് എന്താണ്? അഗ്നോസ്റ്റിക്സ് പറയുന്നത് യെസ് മേ ബി ദർ ഈസ് ഗോഡ്, ഐ ഹാവ് നോ ഇഷ്യൂ. യെസ് ഐ റെസ്പെക്ട് ജീസസ് ക്രൈസ്റ്റ്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് റിലീജിയൻ. എനിക്ക് ആ മതവും അതിൻ്റെ ഫോളോ ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ബില്ലിന്റെ കഥയിൽ വരുമ്പോ ബില്ല് എഴുതിയിട്ടുണ്ടല്ലോ, എനിക്ക് യേശുക്രിസ്തുവിൽ എനിക്ക് ഇതുണ്ടായിരുന്നു. ബില്ലിന്റെ കഥയിൽ അതൊന്ന് വായിച്ചു തന്നെ നോക്കാം, നിങ്ങൾക്കത് പ്രയോജനപ്പെടും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ആർക്കെങ്കിലും പെട്ടെന്ന് പറയാൻ പറ്റുമോ ഏത് പേജിലാന്നത്? യെസ്, 10ാമത്തെ പേജില് അതിന്റെ ഈ അഗ്നോസ്റ്റിക്സ് ഉള്ളതിന്റെ ഒരു ചെറിയൊരു വ്യാഖ്യാനം ബില്ല് എഴുതിയിട്ടുണ്ട്. എന്നേക്കാൾ വലിയൊരു ശക്തിയിൽ ഞാൻ എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇവയെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഞാനൊരു നിരീശ്വരവാദി ആയിരുന്നില്ല. ഈ ചാപ്റ്ററിന്റെ നമ്മളിപ്പോ വായിക്കുന്ന ചാപ്റ്ററിന്റെ ഹെഡിങ്ങിൽ നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നുള്ളത് അത് ടോട്ടലി തെറ്റാണെന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഞാനൊരു നിരീശ്വരവാദി ആയിരുന്നില്ല. ബുക്ക് എഴുതിയിരിക്കുന്ന ബില്ലും സുഹൃത്തുക്കളുമാണ്. അതുകൊണ്ട് നിരീശ്വരവാദിയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, ആരും അങ്ങനെയല്ല, അജ്ഞേയവാദികളായിരുന്നു. ഇനി അതിന്റെ അടുത്ത 11ാമത്തെ പേജില് 2ാമത്തെ പാരഗ്രാഫ്, ക്രിസ്തുവിന് അദ്ദേഹത്തിന്റെ അവകാശികളായിരുന്നവർ പിന്തുടരാതെ തന്നെ മഹാനായ മനുഷ്യനെന്ന് പദവി ഞാൻ കൽപ്പിച്ചു കൊടുത്തിരുന്നു. യേശു ക്രിസ്തുവിൽ അദ്ദേഹത്തിന് വിശ്വാസം, മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധങ്ങൾ എനിക്ക് ഏറ്റവും വൈശിഷ്ട്യമാണ്. യേശു ക്രിസ്തുവിന്റെ ദർശനം അത് വളരെ വൈശിഷ്ട്യമാണ്. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് സൗകര്യമെന്ന് തോന്നിയും വലിയ ബുദ്ധിമുട്ടുള്ളതായ ഭാഗങ്ങൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ശേഷിച്ചത് ഞാൻ നിരാകരിച്ചു. ഇതാണ് അജ്ഞേയവാദി. നമ്മളുടെ സൗകര്യം പോലെ ഏത് മതത്തിലായാലും ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ ഇത്ര ഉപദേശങ്ങൾ തന്നിരിക്കുന്നത്, നമുക്ക് സൗകര്യമുള്ളതിന് നമ്മൾ എടുത്തു, ഇല്ലാത്തതിന്റെ നേരെ കണ്ണങ്ങൾ അടച്ചു. പൂച്ച പാൽ കുടിക്കുന്ന പോലെ കുടിച്ചുകൊണ്ടിരുന്നു. ഒരു ക്രിസ്ത്യാനിയായ ഞാനും അത് തന്നെ ചെയ്തിരുന്നു. ക്രിസ്ത്യാനിയാന്ന് പറഞ്ഞ് പള്ളിയിലും പോയി എല്ലാം ചെയ്ത് അവിടം വീടം വെട്ടിയിരുന്നിട്ട് ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ പോയിട്ട് ദുഃഖ വെള്ളിയാഴ്ച ഒരു ദിവസത്തിലുള്ള ഒരു 99% എനിക്ക് വേണം ക്രിസ്ത്യാനികൾ കുടിക്കില്ല. ഞങ്ങൾക്ക് രണ്ടോ മൂന്ന് അവസാന കാലത്ത് ദുഃഖ വെള്ളിയാഴ്ച ഞാൻ കുടിച്ചു. പിന്നീട് എന്താ ഇന്നത്തുള്ളത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് എന്താണ്, കൊല ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാനൊരു കൊലയും ചെയ്തിട്ടില്ല. നമ്മള് അതാണ് ഇങ്ങനെ നമുക്ക് സൗകര്യമുള്ളതിനെ വളച്ചൊടിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ പോയിട്ടൊരു കാര്യമില്ല. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മളുടെ ആരംഭകാലത്തെ കൂട്ടായ്മയിലുണ്ടായിരുന്നവരൊക്കെ തന്നെ അഗ്നോസ്റ്റിക്കായിരുന്നു. ഇവിടെ ഇരിക്കുന്നവരിൽ നിങ്ങൾ സ്വയം തീരുമാനിക്കുക, ഞാൻ എൻ്റെ മതത്തെ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഇതിനെ ഞാൻ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. മറ്റുള്ളവരിലേക്ക് നോക്കരുത്. മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും നിൽക്കരുത്. ഏറ്റവും വലിയ വിഡ്ഢിത്തം അതായിരിക്കും. നെവർ കമ്പയർ. അയാൾ അങ്ങനെ ചെയ്യുന്നില്ല, അവൻ ഇത്രയൊക്കെ ഇത് ചെയ്തിട്ട് അവൻ എങ്ങനെ ഇതൊക്കെ രക്ഷപ്പെടും, അവൻ എന്തോരം പൈസ ഉണ്ടാവുന്നത്, മഹാപാപിയല്ലേ അവനൊക്കെ നിങ്ങൾ പറയും. ഡോണ്ട് കമ്പയർ. നമുക്ക് മറ്റുള്ളവരായിട്ട് കമ്പയർ ഇല്ല. ലുക്ക് ഇൻ ടു സിമിലാരിറ്റീസ്. സിമിലാരിറ്റീസ് ഉള്ള ഒരു സമൂഹം എ ഗ്രൂപ്പിൽ കിട്ടും നമ്മളുടെ രീതികൾക്ക്. ആ സിമിലാരിറ്റിയിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ കൂട്ടായ്മയിലുള്ളവരും തുടക്കകാലത്ത് ഈ അഗ്നോസ്റ്റിക്സ് എന്നുള്ള രീതിയിലുള്ള, ഇന്നും എനിക്ക് തോന്നുന്നു അമേരിക്കയിലൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്കറിയാം, ആ ഒരു തലത്തിലുള്ള ആളുകളാണ് കൂടുതലും എനിക്ക് തോന്നുന്നു. ചർച്ചസ് എന്നുള്ള ഒരു ഇതില്ല. പിന്നെ എന്നെനിക്ക് തോന്നുന്നു മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ചിലരിനെക്കെട്ടുള്ള മിക്കവാറും പേരൊക്കെ ഈ അഗ്നോസ്റ്റിക്സ് എന്നുള്ള ഇതിലാണ്. അവർക്ക് ദൈവം ഉണ്ടെന്നും യേശുക്രിസ്തു ദൈവമാണെന്നും അല്ലെങ്കിൽ ഉണ്ട്. പക്ഷെ ദേ ആർ നോട്ട് ഫോളോയിങ് ദാറ്റ് എന്താ പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ എന്നുണ്ടല്ലോ. ഈ പള്ളികള്, അച്ഛന്മാര്, ബിഷപ്പ്മാര് അങ്ങനെയുള്ളവരൊന്നും ഒരു ശ്രദ്ധിക്കാനേ പാടില്ല. അവരുടെ വീട്ടിലെ യേശുക്രിസ്തുവിന്റെ പദം കൊണ്ട് അവർ പ്രാർത്ഥിക്കുകയൊക്കെ അവരുടേതായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഏത് വിശ്വാസമുള്ളവരാണെന്ന് വെച്ചാൽ. ഇപ്പോ അത് നിരീശ്വരവാദികളല്ല എന്ന് ഓർത്തോളണം. ഞങ്ങൾ യഥാർത്ഥമുള്ള മദ്യപാന രോഗികളല്ല എന്ന പ്രതീക്ഷയാണ് വിശ്വാസപ്പെടുന്നത്. ഞങ്ങളിൽ ചിലർ ആദ്യമൊക്കെ പ്രശ്നത്തിന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ആത്മീയ അടിസ്ഥാനത്തിൽ ഒരു ജീവിതം പടുത്തുയർത്തി പറ്റും, അല്ലെങ്കിൽ അപകടമാണ് എന്ന വസ്തുത ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒരുപക്ഷെ ഞങ്ങൾക്കും ആ വഴി മാത്രമായിരിക്കും ഉള്ളത്. എന്നാൽ ഉന്മേഷന്മാരായി സമാധാനിക്കും. ഞങ്ങളിൽ പകുതി പേരും നാസ്തികരോ നിരീശ്വരവാദികളാണെന്ന് സ്വയം കരുതിയതാണ്. നിങ്ങൾ മനസ്സമാധാനം നഷ്ടപ്പെടേണ്ടവരാകേണ്ടതാണെന്ന് ഞങ്ങളുടെ അനുഭവം കാണിക്കുന്നത്. നാസ്തികരും നിരീശ്വരവാദികളും ഇവിടെ ഒരു സെപ്പറേറ്റ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു നാസ്തികരും നിരീശ്വരവാദികളും. ആർക്കെങ്കിലും ഗൂഗിളിൽ നോക്കിയിട്ട് പറയാമോ നാസ്തികരുടെ മീനിങ് എന്താന്ന്?
പെട്ടെന്ന് നോക്കിയെന്ന് പറയാമോ? നാസ്തികർ എന്ന് പറയുന്ന നിരീശ്വരവാദികൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, നാസ്തികർ എന്ന് പറയുന്നത് നിരീശ്വരവാദി എന്ന് പറയുന്നത് ഏകദേശം അതുകൊണ്ട് അപ്പൊ സാർ പറഞ്ഞ കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് ഒരേ വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇവിടെ എഴുതി വേണ്ടിയിരുന്നത് പകുതി പേരും അജ്ഞേയവാദികളോ നിരീശ്വരവാദികളോ ആണെന്ന് സ്വയം കരുതുന്നതാണ്. അപ്പൊ അത് വലിയൊരു തെറ്റാണ്, ചെറിയ തെറ്റൊന്നും അല്ല അത് ഇത് വെച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ്ലി അഗൈൻ ആൻഡ് അഗൈൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അജ്ഞേയവാദികൾ എന്നാണ് ഇവിടെ കൊടുക്കേണ്ടിയിരുന്നത്. അതിന് പകരം നാസ്തികർ എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയാണ്, നിരീശ്വരവാദി എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ എന്താർത്ഥങ്ങളാണ്. അപ്പൊ അത് നിങ്ങളൊന്ന് സ്റ്റഡിയിൽ താല്പര്യമുള്ളവർ ഇതൊക്കെ മാർക്ക് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് നാളെ പ്രയോജനപ്പെടും. മറ്റൊരാളോട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ തെറ്റ് പഠിച്ചു പോകുന്നതുകൊണ്ടാണ് ഈ ഒരുപാട് അങ്ങനെ ഉണ്ട് കുറവുണ്ട്. പക്ഷെ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്ത് അവരോട് ഇത് ബുക്ക് ഇറക്കിയവരോട് സംശയം. പിന്നീടുള്ള എഡീഷനിലെങ്കിലും 2ാമത്തെ എഡീഷനൊക്കെ ഇറങ്ങിയപ്പോഴെങ്കിലും ഇത് തിരുത്താമായിരുന്നു, 3ാമത്തെ എഡീഷനിലെങ്കിലും ഇത് തിരുത്താമായിരുന്നു. ഇപ്പോഴും തെറ്റ് തന്നെ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എനിവേ, അപ്പൊ അജ്ഞേയവാദികളോ നിരീശ്വരവാദികളാണെന്ന് സ്വയം കരുതിയിരുന്നവരാണ്. നിങ്ങൾ മനസ്സമാധാനം നഷ്ടപ്പെടേണ്ടവരാണെന്ന് നിങ്ങൾ മനസ്സമാധാനം ആകേണ്ടെന്നാണ് ഞങ്ങളുടെ അനുഭവം കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന്റെ ഇതിലൊന്നും ഊരി പോരണമെങ്കിൽ നമുക്ക് ആത്മീയാടിസ്ഥാനത്തിലുള്ള ഒരു ജീവിതം പടുത്തുയർത്തിയേ പറ്റൂ. നിങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഉൾപ്പെടെയുള്ളൊരു അമിത മദ്യപാന 1ാമത്തെ പടിയെ പൂർണ്ണമായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. there is a solution. ആ സൊല്യൂഷൻ ഈസ് സിമ്പിൾ. ദാറ്റ് ഈസ് ദ സ്പിരിച്വൽ യാത്ര. ആത്മീയമായിട്ടുള്ളൊരു പാതയിൽ കൂടിയുള്ളൊരു യാത്ര. സദാചാര നിഷ്ഠകളോ ഉത്കൃഷ്ട ജീവിത തത്വശാസ്ത്രമോ മദ്യപാനാസക്തിയെ മറികടക്കുന്നതിന് മതിയാകുമായിരുന്നെങ്കിൽ പലരും എത്രയോ നേരത്തെ രോഗമുക്തരായാണ്. എത്ര ശ്രമിച്ചിട്ട് അത്ര നിഷ്ഠകൾക്കും തത്വങ്ങൾക്കും ഒന്നും ഞങ്ങൾ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലായി. സദാചാര നിഷ്ഠകളെ ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഈ തത്വസംഹിതകളാൽ സമാശ്വസിക്കപ്പെടുന്നവരാകാൻ, അതിനായി ആഗ്രഹിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. സത്യത്തിൽ ഞങ്ങളുടെ സർവശക്തി ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ആഗ്രഹങ്ങളാൽ ശ്രദ്ധാപൂർവം നയിക്കപ്പെട്ട ഞങ്ങളുടെ മാനുഷികമായ കഴിവുകൾ അപര്യാപ്തമായിരുന്നു. അവ ദയനീയമായി പരാജയപ്പെട്ടു. എന്തൊക്കെയാണ് പറയുന്നത്? വലിയ സദാചാര നിഷ്ഠകളും ഉത്കൃഷ്ട ജീവിതവും ഈ ഫിലോസഫിയും അതിന്റെ വളരെ വലിയ തത്വശാസ്ത്രവും വലിയ നിയമസംഹിതകളും ഒക്കെ പറഞ്ഞു നടക്കുന്ന ആ ഇതിൽ കൂടി ഈ രോഗത്തിനെ മറികടക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ നമ്മളൊക്കെ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അത് അട്ടയർലി ലോകത്തില് എത്രയോ നല്ല നല്ല ഫിലോസഫേഴ്സിന് നമുക്ക് നഷ്ടപ്പെട്ടു മദ്യപാനം കാരണം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ നല്ല എഴുത്തുകാരുണ്ടായിരുന്നു മദ്യപാനത്തിന്റെ ഇതില് മരിച്ചു പോയിട്ടുണ്ട്. എത്രയോ നമ്മുടെ സിനിമയൊക്കെ എല്ലാവർക്കും ഇതല്ലേ. ഈ അടുത്ത കാലത്ത് തന്നെ മദ്യപാനത്തിന്റെ ഇതിൽ എത്ര പേര് മരിച്ചത്. ആരും പറഞ്ഞില്ല മദ്യപാനം കൊണ്ടാണുള്ളത്, പക്ഷെ വാസ്തവം അതായിരുന്നു. മദ്യപാനം കൊണ്ടാണ് പലരും മരിച്ചത്. അവരുടെ ഒന്നും പേരും നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ, വേറെ ഒന്നുമില്ല. അപ്പൊ അതുകൂടി എന്താണ്, ഈ മദ്യം എന്നുള്ളൊരു വിധത്തിന് ഒരു കുടുംബത്തിന് ഒരു നാഥനെ നഷ്ടപ്പെടുന്നു. നല്ല കഴിവുള്ള ഒരു വ്യക്തി പല സംഭാവനകളും അവരുടെ ഫീൽഡിൽ, തത്വശാസ്ത്രത്തിലായിക്കോട്ടെ, ഏത് ശാസ്ത്രത്തിലായിക്കോട്ടെ, കലയിലായിക്കോട്ടെ, കലാപ്രതിഭകളായിട്ടുള്ളവരായിക്കോട്ടെ, അവരൊക്കെ തത്വത്തിന് നഷ്ടപ്പെട്ടു ഈ മദ്യം എന്നുള്ള വിപത്തില്. യെസ്, അടുത്ത ചാപ്റ്റർ ഇംഗ്ലീഷിൽ ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിന്റെ അർത്ഥം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. അത് എല്ലാവരും ശ്രദ്ധിക്കുക, ഒന്ന് ഹൈലൈറ്റ് ഒക്കെ ചെയ്യുന്നതാണ്. വേണ്ടത്ര ശക്തിയുടെ അഭാവം, അതായിരുന്നു ഞങ്ങളുടെ ഗതികേട്. ഞങ്ങൾക്ക് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ട ഒരു സാഹചര്യം നൽകുന്ന ഒരു ശക്തിയെ കണ്ടെത്തുന്നതായിരുന്നു. അതാകട്ടെ വളരെ സ്പഷ്ടമായി ഞങ്ങളെക്കാൾ മഹത്തായ ഒരു ശക്തിയായിരിക്കുന്നു. പക്ഷേ എവിടെ, എങ്ങനെ ഈ ശക്തിയെ ഞങ്ങൾക്ക് കണ്ടെത്താനാവും? Lack of power. That was our dilemma. We had to find a power by which we could live, and to had to be a power greater than ourselves.
പവർ ഗ്രേറ്റർ ദാൻ ourselves എന്നാണ് ഇറ്റാലിക്സിൽ ബാക്കിയുള്ളതല്ല കേട്ടോ. എ പവർ ഗ്രേറ്റർ ദാൻ ourselves. ഒബ്വിയസ്ലി, ബട്ട് വേർ ആൻഡ് ഹൗ, വേർ വി ഹാവ് ടു ഫൈൻഡ് ദിസ് പവർ. അതാണ് ഈ ഇതിന്റെ നമ്മൾക്കിടെ എന്താണ് വേണ്ടത്ര ശക്തിയുടെ അഭാവം. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്, നമുക്ക് ഇഷ്ടം പോലെ ശക്തിയുണ്ട്. ലോകത്തോട് നമ്മൾ പുച്ഛത്തോടെ പറഞ്ഞു, നിന്റെ പണി നോക്കല്, ഞാനും എന്റെ മദ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ കഴിവുണ്ട്, എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാൻ ഭയങ്കര ശക്തിമാനാണെന്ന് അഹങ്കരിച്ച് നടന്നവനാണ് ഞാൻ. നിങ്ങളെ സ്വയം തീരുമാനിച്ചോളൂ. അപ്പൊ ഇങ്ങനെയുള്ള മദ്യം നമ്മുടെ നിന്ന് മാറിക്കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, വേണ്ടത്ര ശക്തിയുടെ അഭാവം. അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി മുന്നോട്ട് ജീവിക്കാനായിട്ട് നമുക്കൊരു ശക്തിയെ കണ്ടെത്തേണ്ടതാണ്. അത് ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ. ഞങ്ങളെക്കാൾ വലിയൊരു ശക്തി എന്നുള്ളത് ഇറ്റാലിക്സിലാണ് ഇംഗ്ലീഷ് കൊടുക്കുന്നത്. പക്ഷെ ചോദിക്കുന്നത് ഒരു ചോദ്യമാണ്, പക്ഷെ എവിടെ, എങ്ങനെ ഈ ശക്തിയെ കണ്ടെത്താനാവും? യെസ്, അതിന് ഉത്തരം പറയാണ്, അതെ, ഈ ഗ്രന്ഥം ശരിക്കും അതിനു വേണ്ടിയുള്ളതാണ്. ബിഗ് ബുക്ക് മദ്യം നിർത്താനല്ല പറയുന്നത്. മദ്യം നിർത്താനുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള, മദ്യം നിർത്തിയ ആളുകൾക്ക് ദൈവത്തെ കണ്ടെത്താനായിട്ടുള്ളൊരു ബുക്കാണത്. ടു ഫൈൻഡിങ് ഗോഡ്. ഇതിനേക്കാൾ വലിയൊരു വാർത്ത എന്താ ഉള്ളത്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്ക്. ലോകത്തിലെല്ലാവരും തിരസ്കരിച്ച, എല്ലാവരും ഉപേക്ഷിച്ച, മദ്യം പോലും ഉപേക്ഷിച്ച ഒരു സമൂഹത്തിനോട് പറയുകയാണ്, അതെ, ഈ പുസ്തകം, ദൈവത്തെ, ഈ ഗ്രന്ഥം ശരിക്കും അതിനു വേണ്ടിയിട്ടാണ്, ആ ശക്തിയെ കണ്ടെത്താനുള്ളതാണ്. ബിഗ് ബുക്കിലെ ഏറ്റവും വലിയൊരു പ്രോമിസാണത്, വാഗ്ദാനമാണ്. അതിന്റെ ഇൻഫാക്ട് അതാണ് താൻ. എത്രയോ മതഗ്രന്ഥങ്ങള്, എന്തോരം വേദങ്ങള് നമ്മുടെ ഭാരതത്തിന് അവകാശപ്പെട്ടിടത്തോളം ധാർമ്മികമായിട്ടുള്ള നമ്മൾ ഉദ്ബോധിക്കുന്ന ബുക്കുകൾ വേറെ ഒരു മതത്തിന് അവകാശപ്പെടാനില്ല. സനാതന ധർമ്മത്തില് ബൈബിളിനൊക്കെ നൂറ്റാണ്ടുകൾ മുമ്പ് തന്നെ എഴുതപ്പെട്ടിട്ടുള്ളല്ലേ വേദങ്ങളൊക്കെ. വേദങ്ങള്, ഉപനിഷത്തുകള്, ശ്രീമദ് ഭാഗവതം, രാമായണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ബൈബിൾ വരുന്നു. പിന്നെ ബൈബിളിന് ശേഷം വിശുദ്ധ ഖുർആൻ വരുന്നു. ഇതൊക്കെ ഒരേ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളൂ. ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ചയില് പ്രയാഗരാജില് കുംഭമേളയ്ക്കൊക്കെ പോയിരിക്കാറുണ്ട്. അവിടെ വെച്ചിട്ട് എനിക്ക് ഗുരുജിയുണ്ട്, ബാബാജിയായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാതെ ബൈബിളൊക്കെ അറിയാവുന്ന ആ ഗുരുജിയാണ്, ബാബയാണ്. ബാബ പറയുന്നത്, ഇത്രയും ഏറ്റവും കൂടുതൽ ബുക്കുകൾ എഴുതിയ വ്യാസനാണ്. വ്യാസ മഹർഷി അവസാനം ഏതോ ഒരു ബുക്കിൽ എഴുതിയിട്ടുള്ളത് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം വ്യാസം പറയുന്നത്, എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒന്നും ഇത്ര എഴുതേണ്ട ഒന്നും ആവശ്യമില്ല, ഭഗവാനെ കണ്ടെത്താനായിട്ട് ഈശ്വരനാമം മാത്രം ജപിച്ചാൽ മതിയെന്ന്. മനസ്സിലായില്ല? വേദങ്ങള് കണ്ടിട്ടുള്ളവർക്കറിയാം എത്ര വലിയ ബൃഹത്തായ ബുക്കുകളാണ് ആ 4 വേദങ്ങൾ മാത്രം. ഉപനിഷത്തുകളാണെങ്കിലും ഇതെല്ലാം രചിച്ച വ്യാസനെയും ഭഗവാൻ എന്നൊക്കെ പറയാറുണ്ട്. വ്യാസ മഹർഷി പറയാണ്, എളുപ്പ വഴി, സിമ്പിൾ, ഇത് തന്നെയാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇത്. എത്ര എളുപ്പത്തിലാണ് പറയുന്നത്, ഈ പടികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തെ കണ്ടെത്താൻ സാധിക്കും. യെസ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ കണ്ടിന്യൂഷനിൽ വായിക്കുകയാണ്. ഞാൻ ഒരുപാട് സ്പിരിച്വൽ ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അരോചകമായിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം. എനിക്ക് ആദ്യകാലത്തൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് കാലങ്ങള് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോ എനിക്ക് സത്യം മനസ്സിലായത്, യെസ്, ഇതിനകത്ത് ഒരു മതത്തിനെ കുറിച്ചും പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. സിമ്പിളായിട്ട് ദൈവത്തെ കണ്ടെത്താൻ, ഈ പറയുന്ന മാതിരി ഫൈൻഡിങ് ഗോഡ്. അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. ഞാൻ എൻ്റെതായിട്ട് ഒന്നും കൂട്ടിച്ചേർക്കുന്നില്ല. ഇടയ്ക്കെങ്ങാനും എൻ്റെതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വന്നെങ്കിൽ അത്
അത്ര ഞാൻ മനഃപൂർവ്വം ബോധപൂർവ്വം അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരു മതത്തിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാറുമില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു തോന്നിയ എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നിങ്ങളെക്കാൾ ഒരു ശക്തിയെ കണ്ടെത്തുക എന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന ഉദ്ദേശം. നിങ്ങളെക്കാൾ വലിയൊരു ശക്തി കണ്ടെത്താൻ എന്നാണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രധാന ഉദ്ദേശം. അതായത് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ആത്മീയവും സദാചാരവും എന്ന് വരുന്ന ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നു. നമ്മളുടെ വിശ്വാസപ്രകാരം, ഈ ഞങ്ങളുടെ വിശ്വാസത്തിൽ ആരുടെ വിശ്വാസത്തിലായിക്കോട്ടെ, ഏത് മതത്തിന്റെ വിശ്വാസപ്രകാരം ആത്മീയവും സദാചാരപരമെന്ന് വരുന്ന ഒരു ഗ്രന്ഥം രചിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം തീർച്ചയായും ഞങ്ങൾ ദൈവത്തെ പറ്റി ചർച്ച ചെയ്യാൻ പോകുന്നു എന്നാണ്. അതായത് നമ്മൾ വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ഗോഡ്. അത് ഇംഗ്ലീഷിലൊക്കെ ഒന്ന് വായിച്ച നല്ല വാക്കുകളാണ്, ഞാൻ വായിച്ചു പോവാം. Well, that's exactly what this book is about. Its main object is to enable you to find a power greater than yourself, which will solve your problem. That means we have written a book which we believe to be spiritual as well as moral. It's a spiritual as well as moral. And it means, of course, that we are going to talk about God. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കാര്യത്തിൽ പറയുന്നത് അത് നമ്മൾ ദൈവത്തെ പറ്റിയാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ. നാസ്തികരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും തെറ്റാണ് എഴുതിയിരിക്കുന്നത്. നാസ്തികരല്ല, അജ്ഞേയവാദികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ബുദ്ധിമുട്ടുകൾ തലപൊക്കുന്നു. പലപ്പോഴും ഞങ്ങളൊരു പുതിയ ആളോട് മദ്യപാനാസക്തിയെ പറ്റിയും ഞങ്ങളുടെ കൂട്ടായ്മയെ പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് അയാളുടെ മുഖം ചുമന്ന് വികസിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആത്മീയ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ്, പ്രത്യേകിച്ച് ഞങ്ങൾ ദൈവത്തെ പരാമർശിക്കുമ്പോൾ അയാളുടെ മുഖം താഴുന്നു. എന്തുകൊണ്ടെന്നാൽ അയാൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിരുന്നു, പൂർണ്ണമായി അവഗണിച്ചിരുന്നു എന്ന് കരുതിയ ഒരു വിഷയം ഞങ്ങൾ വീണ്ടും അയാളുടെ മുമ്പിൽ തുറന്നു കഴിഞ്ഞു. ഇത് നമ്മളുടെ എല്ലാം ജീവിതത്തില് ഒരുപക്ഷെ മിക്കവാറും ആളുകളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം. ഒരു 12 സ്റ്റെപ്പിങ്ങിനായിട്ട് നമ്മളൊരു സഹായത്തിനായിട്ട് ഒരു സുഹൃത്ത് നമ്മളെ സുഹൃത്തുക്കൾ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മൾ വളരെ എളിമയോടുകൂടി നമ്മുടെ ജീവിത കഥകൾ അദ്ദേഹത്തോട് പറയുന്നത് ഒരു രോഗമാണെന്ന് പറയുന്നു. അതിനുശേഷം ഒരു ആത്മീയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളുടെ മുഖം താഴുന്നു. കാരണം ആത്മീയതയെ അദ്ദേഹം എന്നേ ഉപേക്ഷിച്ചതാണ്. നമ്മളെന്നാ ഉപേക്ഷിച്ചതാണ്, നമ്മളെല്ലാം ഉപേക്ഷിച്ചവരാണ്. ഒരു ഷോ ഓഫ് മാത്രമായിരുന്നു. ക്ഷേത്രങ്ങളിൽ പോയി, അവിടെ എൻ്റെ മനസ്സുണ്ടായിരുന്നില്ല. പള്ളികളിൽ പോയി, അവിടെ ഞാൻ ഉണ്ടായിരുന്നില്ല. മുസ്ലിം ആയിട്ടുള്ള ആളുകളാണ്, അവർക്കും പള്ളി തന്നെയല്ലേ പറയുന്നത്. ക്രിസ്ത്യാനികളും പള്ളി എന്ന് പറഞ്ഞു, ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അവിടെ ഒന്നും അല്ലാതെ പോയൊരു പ്രകടനത്തിന് ഒരു ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയൊരു സമൂഹമാണ്. പള്ളിക്കകത്ത് ഇരുന്നുകൊണ്ട് ഉള്ളിലും അച്ഛനെ ചീത്ത വിളിച്ചിട്ടുണ്ട് ഞാൻ. ചിത്രല്ല, ഉള്ളില് ഉള്ളില്. അപ്പൊ എന്തിനാ അവനോടെ പോയത്? അച്ഛനെ ചീത്ത വിളിക്കാൻ. പള്ളിയിലെ അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അച്ഛനെ കുറച്ച് അദ്ദേഹത്തിന്റെ കുറവുകളെയും കുറ്റങ്ങളെയും നോക്കുകൊണ്ട് ഇയാളെയും ഒന്ന് പണ്ടാരടയ്ക്കൊന്ന് തീർത്തറിഞ്ഞ് പോവാറെന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് അവിടെ വരുമ്പോഴാണ് അതെന്ന് പറഞ്ഞാൽ ഞാൻ ഉപേക്ഷിച്ചതാണ്, ഈ ആത്മീയത ഉപേക്ഷിച്ചതാണ്. പക്ഷെ ഇവിടെ കാരണം നമ്മൾ പൂർണ്ണമായി അവഗണിച്ചു വരുന്ന ഒരു വിഷയം ആണ്. നമ്മളൊരു ന്യൂ കമറുടെ അല്ലെങ്കിൽ ഒരാളെ 12 സ്റ്റെപ്പ് ചെയ്യാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമ്മൾ തുറന്നു കഴിഞ്ഞു. നമ്മൾ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്കത് സാധിക്കത്തുള്ളൂ. അയാളുടെ തോന്നൽ എന്താണെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ആ തോന്നൽ കൂടി പോയവരാണ് നമ്മൾ. ആത്മാർത്ഥമായ സംശയങ്ങളും മുൻവിധികളും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളിൽ ചിലർ കഠിന മതവിരോധികളായിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ആരോചന ധരിപ്പിച്ച ഒരു പ്രത്യേക ആശയം എന്ന നിലയിൽ ഞങ്ങളിൽ ചിലർ ദൈവം എന്ന പദത്തെ കണ്ടത്. ഒരുപക്ഷെ ദൈവത്തെ പറ്റിയുള്ള ധാരണ മതിയാകാതെ വന്നുകൊണ്ടാവാം ഈ ആശയം ഞങ്ങൾ തിരസ്കരിച്ചത്. ആ തിരസ്കരണം കൊണ്ട് തന്നെ ദൈവം എന്ന ആശയം തന്നെ പൂർണ്ണമായി ഉപേക്ഷിച്ചാൽ ഞങ്ങൾ സങ്കല്പിക്കുന്നു. ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയിൽ വിശ്വസിക്കുകയും അതിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന ബലഹീനതയോ വീരത്വം പോലുമാണെന്ന ചിന്തയാൽ ഞങ്ങൾ ക്ലേശിച്ചു. ഈ ലോകത്തിലെ പരസ്പരം പടവെട്ടുന്ന മനുഷ്യരുടെയും പരസ്പരം പൊരുന്ന ദൈവശാസ്ത്ര സമ്പ്രദായങ്ങളുടെയും മറ്റ് അവാച്യകളായ അത്യാഹിതങ്ങളുടേതുമായ ഈ ലോകത്ത് ഞങ്ങൾ
അവിശ്വാസത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. ദൈവികത്വമുള്ളവരെന്ന് അവകാശപ്പെടുന്നവരെ ഞങ്ങൾക്ക് പുച്ഛമായിരുന്നു. ഒരു പരമോന്നതനായ ശക്തിക്ക് ഇത്തരം കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാനാണ്? മാത്രമല്ല, എന്തായാലും ആർക്കാണ് ഈ പരമോന്നത ശക്തിയെ ഗ്രഹിക്കാൻ പറ്റുന്നത്? എന്നിരുന്നാലും ചില നിമിഷങ്ങളിൽ നക്ഷത്രങ്ങളുടെ രാത്രിയുടെ ശോഭയിൽ അറിയാതെ ആകർഷിതരാകുമ്പോൾ ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാണെന്ന് സ്വയം ഞങ്ങൾ ചിന്തിക്കുന്നത് അനുഭവമുണ്ട്. ഈ അവസരങ്ങളിൽ ആദരവോട് കൂടിയ ഭയവും അത്ഭുതവും തോന്നിയിരുന്നു. എന്നാൽ അവ ക്ഷണികവും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒന്നുമായിരുന്നു. മതത്തെക്കുറിച്ചുള്ള നമ്മുടെ ആത്മീയതയെക്കുറിച്ചുള്ള ഒരു മദ്യപാനിയുടെ കാഴ്ചപ്പാട്. മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ദൈവം എന്നുള്ള സങ്കല്പത്തിനെയും പള്ളിനെയും പട്ടക്കാരെയൊക്കെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ക്ഷേത്രത്തിലുള്ള അമ്പല കമ്മിറ്റിയിലും പൈസ മോഷ്ടിക്കുന്നവരാണ്, അവർ അമ്പലത്തിന്റെ പൈസ കെട്ട് തിന്നുന്നവരാണ്, അല്ലെങ്കിൽ അവരുടെ പദവികൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നവരാണ്. അങ്ങനെ പല കാര്യങ്ങളിലും ഞാനിപ്പോ എൻ്റെ സഭ, ഞാൻ ഓർത്തഡോക്സ് സഭയിൽ ഒരു സ്വന്തം സഹോദര സഭയായിട്ടാണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ഡൽഹിയിൽ സുപ്രീം കോടതി കൊണ്ടുവന്ന് എന്തെങ്കിലും ആയിട്ടുണ്ട്, ഒന്നായിട്ടില്ല, ഒരിക്കലും തീരാൻ പോകുന്നില്ല. എറണാകുളത്തൊക്കെ നടക്കുന്നത് നിങ്ങൾ സഭയിൽ പോപ്പ് കൽപ്പിച്ചിട്ട് പോലും പോപ്പിനെ കേൾക്കുന്നില്ല. മനസ്സിലായില്ലേ? എന്താ വിശ്വാസം എന്നായി പറയുന്നത്? പള്ളികളാണ് അടിച്ച് തച്ചടക്കുന്നത്, തമ്മിലാണ് കഴുത്തിന് പിടിച്ച് നിൽക്കുന്നത്. അച്ഛന്മാര് തന്നെ ഗുസ്തി പിടിക്കുക എന്നാലോചിച്ചു. അപ്പൊ അതൊക്കെയാണ് നമ്മൾ കണ്ടിട്ട് നമ്മൾ പറഞ്ഞത്, എന്തൊന്നും മതം രണ്ടെണ്ണം പോയിട്ട് ഒരു പുള്ള മേടിച്ചിട്ട് അടിക്കാന്ന് പറയും. വിശ്വാസം എന്നുള്ളത് നഷ്ടപ്പെടാനായിട്ട് നമ്മൾ 4 വീട്ടും 100 കൂട്ടം കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അതിനുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മതത്തോടുള്ള പഴയ കാലത്ത്. ഇപ്പൊ അത് ഒരുപാട് കൂടിയിരിക്കുകയാണ്. പണ്ടൊക്കെ വളരെ റയർ ആയിരുന്നായിരിക്കണം ആ കാലത്തൊക്കെ. ഞാനൊക്കെ വരുമ്പോഴൊന്നും മതങ്ങൾ തമ്മിലുള്ള ഇങ്ങനെ ഒരു യുദ്ധമൊന്നും സഭയിലൊന്നും ഇല്ല, ഇത്രയില്ല. അത് ഇതൊക്കെ ഒരുപാട് വ്യക്തികളിൽ, ഇന്നത്തെ പുതിയ സമൂഹത്തിന് അല്ലെങ്കിൽ ചെറുപ്പക്കാരിലൊക്കെ ഒരുപാട് ആത്മീയതയിലേക്ക് ഒരുപാട്, അത് ഇന്ന് പള്ളികളിൽ ആളില്ല. മനസ്സിലായില്ലേ? പള്ളി പെരുന്നാൾ എൻ്റെ ഇടവപ്പള്ളി കോലഞ്ചേരി പള്ളി ഇടവകയാണ്. ആ ഇടവപ്പള്ളിയിലൊരു 10-15 അല്ലെങ്കിൽ 20 വർഷം മുന്നേ പറഞ്ഞാൽ പെരുന്നാൾ ദിവസം ബസ്സുകൾ കടന്നു പോകാനായിട്ട് പോലീസുകാർ കിടന്ന് പാടുന്ന എന്ത് പാടാണെന്നറിയോ? ബസ്സും വണ്ടികളിലും ട്രാഫിക്കിന്. ഇപ്പൊ ഒരു സാധാരണ ദിവസം പോലെ ഉള്ളൂ, പ്രത്യേകിച്ച് ഒന്നുമില്ല. എവിടെ നിന്നൊക്കെ സ്പെഷ്യൽ ബസ്സുകൾ പോയിക്കൊണ്ടിരുന്നു. കോലഞ്ചേരിയിലെ കടമറ്റം, അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള 3 കിലോമീറ്റർ ഉള്ള കടമറ്റം പള്ളി, കോതമംഗലം പള്ളി, മണ്ണർകാട്, ഇങ്ങനെയുള്ള പള്ളികളുടെ ക്ഷേത്രങ്ങളിലാണെങ്കിലും തൃപ്പൂണിത്തുറ ഒക്കെയുള്ള പൂർണ്ണത്രേശ്യന്റെ ഇവിടെയൊക്കെയുള്ള ദിവസങ്ങളിലൊക്കെ പണ്ട് എന്തായിരുന്നു മേളം. പട ജനം കൂടുന്ന 1-2 സ്ഥലമുള്ളതെന്ന് പറഞ്ഞാൽ, ഒന്ന് തൃശ്ശൂർ പൂരം, പിന്നെ തിരുവനന്തപുരത്തുള്ള ആറ്റുകാൽ ഭഗവതിയുടെ അല്ലേ, ആറ്റുകാലമ്മയുടെ അല്ലേ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്ഷേത്രങ്ങളിലൊക്കെ കുറെ ആളുകൾ കൂടുന്നുള്ള ഗുരുവായൂർ സ്ഥിരമായിട്ട് ഉണ്ട്. എന്നാലും പണ്ടത്തേലൊക്കെ എനിക്ക് തോന്നുന്നു, ഒരു പക്ഷേ ഞാൻ ഗുരുവായൂർ പോയിട്ടില്ല എങ്കിലും എനിക്ക് തോന്നുന്നു പഴയ. എനിവേ, അപ്പൊ ഇന്നത് ബാധിച്ചിരിക്കുന്നു. ഇന്നത്തെ യുവതലമുറയെ ദൈവം എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അതിന് കാരണക്കാര് ആരെയും വിമർശിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്നാൽ പോലും ഇങ്ങനെയുള്ള കാലത്ത് പോലും ഇത് 1939 എഴുതുമ്പോൾ ബിൽ വിൽസൺ പോലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ 100 പേര് ഒരു വെച്ചിട്ടുണ്ട്. ഒരു എന്താണ് പറയുന്നത്, ഒരു രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങളും ചന്ദ്രനെയൊക്കെ കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ ആരായിരിക്കും ഉണ്ടാക്കി, ഇങ്ങനെ എന്തുകൊണ്ട് ഇതെങ്ങനെ നിൽക്കുന്നു, സമയത്തിന് ഉദിക്കുന്നു, സമയത്തിന് പ്രത്യക്ഷമാവുന്നു, വീണ്ടും സമയത്തിന് വരുന്നു, കുറച്ച് നേരത്തേക്ക് ഉണ്ടാകുന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഒരു ഞെട്ടലോടുകൂടിയായിരിക്കും നമ്മൾ അതിനെയൊക്കെ വീക്ഷിക്കുന്നത്. പക്ഷെ അത് താൽക്കാലികമായിരിക്കും. കാരണം നമ്മളിൽ നിന്ന് ആ വിശ്വാസം എന്നുള്ളത് കൂടി നിൽക്കുകയാണ്. 99% ഈ മിഥ്യയിൽ നിൽക്കുന്നു. 1% ജസ്റ്റ് കുറച്ചു നേരത്തേക്ക് വരുന്ന വിശ്വാസം നിലനിൽക്കുന്ന വിശ്വാസമല്ല. ആ ശക്തിയിലേക്ക് അപ്പോഴും വിശ്വാസം വരുന്നില്ല. അതെ, നാസ്തികരല്ല, അജ്ഞേയവാദികളായിട്ടുള്ള പ്രകൃതിക്കാരായ ഞങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെ വിചാരങ്ങളും അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളത് നിങ്ങളുടെ ആവർത്തിച്ചുള്ള അറിവിനായി വിവരിക്കാം. മുൻവിധികൾ മാറ്റി എപ്പോൾ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ വിശ്വസിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചുവോ അപ്പോൾ മുതൽ ഞങ്ങളിൽ ആർക്കും തന്നെ പൂർണ്ണമായും ദൈവം എന്ന ശക്തിയെ നിർവചിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും ഫലം കിട്ടാൻ തുടങ്ങി. ഇതാണ് രണ്ടാമത്തെ പടിയുടെ ഒരു
ആ ഒരു പ്രോമിസ്, സെക്കൻഡ് സ്റ്റെപ്പ് പ്രോമിസ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിലേക്കുള്ള ഒരു നമ്മുടെ ഒരു കാൽവെപ്പ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിലാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള പ്രകൃതക്കാരായുള്ള ഞങ്ങൾക്കെല്ലാം തന്നെ ഇതുപോലെയുള്ള വിചാരങ്ങൾ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക. ചിലപ്പോഴെങ്കിലൊക്കെ തോന്നിയിട്ട് ഇതൊക്കെ ആരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നമ്മൾ പറയത്തില്ലേ. എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ 4 തെറ്റ് നമുക്കുണ്ട്. അപ്പൊ ഞങ്ങളത് നിങ്ങളുടെ ആവർത്തിച്ചുള്ള അറിവിനായി ചോദിക്കാം. മുൻവിധികളോട് നമ്മളോട് പറയുന്നത് മുൻവിധികൾ മാറ്റി, പ്രജുഡീസസ്, ഈ വിധികൾ എന്റെ അറിവ് എനിക്കെല്ലാം അറിയാന്നുള്ള ഭാവം മാറ്റിയിട്ട്, അത് ഇംഗ്ലീഷിലൂടെ നോക്കട്ടെ. Yes, we of agnostic temperament has to these thoughts and experience. Let us make haste to that reassure you. We found that as soon as we were able to lay aside prejudgment, and express even a willingness to believe in a power greater than ourselves, even a willingness to believe in a power greater than ourselves, we commenced to get results, even though it was impossible for any of us to fully define or comprehend that power which is God. ഇതാണ് നമ്മുടെ മുൻവിധികളെ മാറ്റിക്കൊണ്ട്, എപ്പോൾ ഞങ്ങൾ ഒരു ശക്തിയെ വിശ്വസിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾ വെച്ചാൽ അപ്പോൾ മുതൽ ഞങ്ങളിൽ ആർക്കും തന്നെ പൂർണ്ണമായും ദൈവം എന്ന ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും ഫലം കിട്ടുവാൻ തുടങ്ങി. മറ്റുള്ളവരുടെ ധാരണയുള്ള ദൈവത്തെ ഞങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയത് വളരെ ആശ്വാസം നൽകി. ഞങ്ങളുടെ തന്നെ ധാരണ അത് എത്ര തന്നെ പര്യാപ്തമാണെങ്കിൽ കൂടിയും ദൈവത്തെ സമീപിക്കുന്നതിനും ആ ശക്തിയുമായുള്ള സമ്പർക്കം പുലർത്തുന്നതിനും മതിയാകുമായിരുന്നു. യെസ്, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പടി, സെക്കൻഡ് സ്റ്റെപ്പ്. മുൻവിധികൾ മാറ്റി ഞങ്ങൾ വലിയൊരു ശക്തിക്ക് വിശ്വസിക്കാനുള്ള ആഗ്രഹം. അതിനാണ് നമ്മൾ പറയത്തില്ല രണ്ടാമത്തെ പടി എന്ന് പറഞ്ഞാൽ തുറന്ന മനസ്സിൽ, ഓപ്പൺ മൈൻഡഡ്നെസ്. എന്റെ മുൻവിധികളെ എന്റെ അറിവിനെ, എന്റെ സെൽഫ് നോളജിനെ, എനിക്കെല്ലാം അറിയാവുന്നുള്ള ഭാവത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ തുറന്ന മനസ്ഥിതിയായി. ആ തുറന്ന മനസ്ഥിതിയിലാണ് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ അതുകൊണ്ട് പലപ്പോഴും തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗമുണ്ട്. രണ്ടാമത്തെ പടി മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സുബോധം കിട്ടിയെന്നാണ് പലരും വിചാരിക്കുന്നത്. തെറ്റാണ്. വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. സുബോധാവസ്ഥയ്ക്ക് ഞാൻ പ്രവേശിക്കാനായിട്ടുള്ള ഒരു തുടക്കം മാത്രമാണ് വെച്ചിട്ടുള്ളൂ. സുബോധം കിട്ടിയിട്ടില്ല. സുബോധം കിട്ടണമെങ്കിൽ അങ്ങോട്ട് പോകണേന് 3, 4, 5, 6, 7, 8, 9, 10ാമത്തെ പടിയിൽ വരുമ്പോഴാണ് അങ്ങനെ ഒരു വാക്ക് പറയുന്നത്. അപ്പൊ ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ വെച്ച് നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നമുക്ക് അടുത്ത ചൊവ്വാഴ്ച ഞാൻ വീണ്ടും പ്രയാഗരാജന് കുംഭമേളയ്ക്ക് വീണ്ടും പോവാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും സമയം കണക്കാക്കി ഞാൻ നോക്കാം ചെയ്യാൻ പറ്റുമെന്നുണ്ടോന്ന്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ അറിയിക്കാം കേട്ടോ. അപ്പൊ എന്നെ കേട്ടതിന്, നിങ്ങൾ വന്നതിനൊക്കെ സന്തോഷം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ നല്ലൊരു ചാപ്റ്റർ ആണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, അറിവുകൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഈ ഒരു വളരെ നമ്മുടെ ഈ ഒരു ഉറച്ച പാറയിൽ നിൽക്കുന്ന പടികളാണ് ഈ പടികളൊക്കെ. എങ്കിലാണ് നമുക്ക് മുമ്പോട്ടുള്ള വളർച്ച ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് എടുത്താൽ നന്നായിരിക്കും. നിങ്ങൾ തന്നെ ചർച്ച ചെയ്യാതെ ചോദ്യങ്ങളോ ചോദിക്കണമെന്നില്ല. പിന്നെ ആരെങ്കിലും നന്ദിയൊക്കെ പറഞ്ഞാൽ എനിക്ക് കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും. റെക്കോർഡിംഗ് നിർത്തിയോ?